ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഒരാൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ചപ്പാത്തിക്ക് കുഴച്ച് തരാമെന്നും പറഞ്ഞ് ഷാബാസ് മോനാണ് ചപ്പാത്തി കുഴക്കുന്നത്. അപ്പോൾ അവന് നന്നായിട്ട് തന്നെ കുഴച്ച് തരും കേട്ടോ. ചപ്പാത്തിക്ക് വെള്ളമൊക്കെ പാകാക്കി കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് കുഴക്കും. അവനക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല വൃത്തിയിൽ കുഴച്ചിട്ട് ഇത് ഉരുളകളാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനിന്നൊരു സ്പെഷ്യൽ ആയിട്ട് ഒരു ഐറ്റം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഉള്ള പരിപാടിയാണ് കേട്ടോ. അതാണ് ഷബാസിന് നല്ല ഇഷ്ടമുള്ള റെസിപ്പിയാണ്. അവന് നല്ല ഇഷ്ടമാണത്. അപ്പോൾ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കി ബാക്കി അത് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിനായിട്ട് മാവ് ഇതേപോലെ നമ്മൾ ഉരുട്ടിയെടുക്കണം. പിന്നെ ഇതേപോലെ ഇപ്പോൾ വലിപ്പമൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ കേട്ടോ. ഒരുപാട് വലിപ്പമാവരുത്, ഏകദേശം ഒരു ഇത്രയൊക്കെ പാടുള്ളൂ. അതിലും ചെറുതാവുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനെന്തായാലും ഈ ഒരു വലുപ്പത്തിലാണ് ഉരുട്ടിയെടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഇഡ്ഡലി ചെമ്പിൽ ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ആവിയൊക്കെ വന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. വെന്ത് കഴിഞ്ഞതിന് ശേഷം മാറ്റി 20 മിനിറ്റ് മതിയാകും കേട്ടോ. പിന്നെ ഒരു അടികട്ടിയുള്ള പാത്രം വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലൊന്ന് പൊട്ടി വരാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ സവോളയും അതുപോലെ തന്നെ പച്ചമുളകും തക്കാളിയും മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പം അതിട്ട് കൊടുത്ത് ഉപ്പ് മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്നങ്ങ് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഒന്നങ്ങ് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് പൊടികൾ ചേർക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഈ പൊടി ഒന്ന് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ചിക്കനോ അതുപോലെ എഗ്ഗോ ബീഫോ ഒക്കെ ചേർക്കാം കേട്ടോ. പക്ഷേ ഞാൻ ഒന്നും ചേർക്കുന്നില്ല, മസാല മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ എന്താ ഇതിലേക്ക് ഇനി തേങ്ങ ഒരു ഒരു മുറിൻ്റെ കാൽഭാഗം എടുത്തിട്ടുണ്ട്. അതുപോലെ കറിവേപ്പില, കുറച്ച് കുരുമുളക്, വലിയ ജീരകം കൂടെ ചേർത്ത് ഒന്നങ്ങ് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ അങ്ങ് ഒഴിച്ച് നന്നായിട്ട് ഇതൊന്നങ്ങ് വറ്റിച്ചെടുക്കണം. അപ്പോൾ അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്നങ്ങ് മാറിക്കിട്ടും, മസാലയൊക്കെ ഒന്നങ്ങ് മിക്സായി പിടിക്കുകയും ചെയ്യും കേട്ടോ. നമ്മൾ തണുത്ത് വന്നിട്ടുള്ള ഈ ഒരു നമ്മളെ ഗോതമ്പ് ചെറിയ ഉരുളകളാക്കിയിട്ടുള്ളതാണ് കേട്ടോ. അതുകൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ റെസിപ്പി ഗോതമ്പ് പൊടി കൊണ്ട് മാത്രമല്ല അരിപ്പൊടി കൊണ്ടും അതുപോലെ മുത്താറി പൊടിയും കൊണ്ടൊക്കെ നിങ്ങൾക്ക് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ പെട്ടെന്ന് വരാം ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും താങ്ക് യു.